ഹായ് ഓൾ, വെൽക്കം ടു നോസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. കേരള ബാങ്ക് OAൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഡി ആണ് ആൻസർ കേട്ടോ, 1917. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ജീവിതം എന്ന് പറയുന്ന ചിത്രം ആരുടെയാണ്? അത് അമൃത ഷെർഗിലിൻ്റെയാണ് കേട്ടോ, അമൃത ഷെർഗിലിൻ്റെയാണ്. അതേപോലെ തന്നെ സതി എന്ന് പറയുന്ന ചിത്രം ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ് സതി എന്ന് പറയുന്ന ചിത്രം. അതൊന്ന് ഓർത്തിരിക്കാം. 1938 ഹരിപുര സമ്മേളനം, INCയുടെ ഹരിപുര സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഇത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺഗ്രസിൻ്റെ പോസ്റ്ററിലുള്ള ചിത്രമായിട്ട് ഇത് തിരഞ്ഞെടുത്തു. അതേപോലെ ഭാരതമാത എന്ന് പറയുന്ന ചിത്രം സ്വദേശി സമരകാലത്ത് വരച്ച ചിത്രമാണ് ഭാരതമാത എന്ന് പറയുന്ന ചിത്രം ആരാണ്? അബനീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. ഏത്? ഭാരതമാത എന്ന് പറയുന്ന ചിത്രം. അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട സംഘടന ഇതിൽ ഏതാണ്? നോക്കിക്കോളൂ, ഡി ആണ്, ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഏത്? കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം? മലബാറാണ്, മലബാർ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡി, സമത്വ സമാജം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവാണ് മന്നത്ത് പത്മനാഭൻ. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ്. ബി ആണ് ആൻസർ, പാർലമെന്റ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, അതൊരു സ്ഥിരം സഭയാണ്. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. സി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം? പാരീസ് ഒളിമ്പിക്സ് ആണല്ലേ, അപ്പോൾ പാരീസ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സോജൻ ജോസഫാണ്. ബി ആണ് ആൻസർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡി ഏവ? ദുർഗാപൂർ ബ്രിട്ടൻ ആണോ? അതെ, ശരിയാണ്. ബൊക്കാറോ അല്ല, സോവിയറ്റ് യൂണിയൻ ആണ്, അമേരിക്ക അല്ല, അപ്പോൾ അത് തെറ്റാണ്. റൂർക്കേല ജപ്പാൻ അല്ല, ജർമ്മനിയാണ്, അപ്പോൾ അതും തെറ്റാണ്. സോവിയറ്റ് യൂണിയൻ ഭിലായ്, ഇത് ശരിയല്ലേ? ഇത് ശരിയാണ്. 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ശരിയാണ്. മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, ശരിയാണ്. കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം, 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, എല്ലാം ശരിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി KM പണിക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പയിലാണ്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6 ആണ്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു, അതിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ്.
ഉത്തര മഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ? അത് രാജസ്ഥാൻ സമതലമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതാണെന്ന് തിരിച്ചറിയാം. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട്. അപ്പോൾ തന്നെ കിട്ടിയതാണ് മഹാനദിയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദിയാണ് ഇബ്ബ്. ആൻസർ എന്ത് വരും? മഹാനദി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത് ഏതാണ്? അത് ബി ആണ്. കൊറോമാൻഡൽസ് തീരസമതലമാണ് അല്ലാത്തത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. നീരജ് ചോപ്ര വെങ്കല മെഡലല്ല, വെള്ളി മെഡലാണ്. അടുത്തത് ബാക്കി ഓപ്ഷൻസ് കൂടെ വായിക്കാം. മനു ഭാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ, സ്വപ്ന കുഷാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡലാണ് നേടിയത്. ഓക്കെ, നമുക്ക് കിട്ടിയ 6 മെഡലിൽ 1 മെഡൽ വെള്ളിയും ബാക്കി 5 ഏതാണ്? വെങ്കല മെഡലുമാണ്. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ പോളണ്ടും ഉക്രൈനുമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയൊരു പദ്ധതിയാണ് UPS. ഇതെന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. ഇദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2011 ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084 ഓപ്ഷൻ ബി ആണ് ആൻസർ. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കിയാണ്. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായൊരു സവിശേഷത. വയനാട്, ഇടുക്കി, പത്തനംതിട്ട. അത് ഏതാണ്? കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തു. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് ഏതാണ്? വെള്ളായണി തടാകം തിരുവനന്തപുരമാണ് ശരിയായത്. പൂക്കോട് തടാകം വയനാടാണ്. അഷ്ടമുടി കായൽ കൊല്ലം. തിരുവല്ലം കായൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. ശരിയാണ്. കുളമാവ്, ചെറുതോണി, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. അത് ശരിയാണ്. രാജ്യത്തിന് സമർപ്പിച്ചത് 1975 76 അപ്പോൾ അത് തെറ്റാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്നുള്ള ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേർന്നു. അത് ശരിയാണ്. അപ്പോൾ ഒന്നും ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 4. 1, 2, 4. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആൻസർ ചെയ്തു വരും. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ളത് എറണാകുളം, കുറവ് ഇടുക്കിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 കായിക താരങ്ങളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. ശരിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ശരിയാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ശരി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്,
വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. അതും ശരിയാണ്. പ്രസ്താവന ഓൾ ഓഫ് ദ എബോവ് ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നു മണി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രൊസസ്സർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കൈരളി. ഓപ്ഷൻ ബി ആണ് ആൻസർ. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്ക് വർത്ത് ലൂയിസ് മഴ നിയമം? അത് ക്രിക്കറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്രിക്കറ്റ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാവാഹിനി ആപ്പാണ്. വിദ്യാവാഹിനി ആപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. ശരിയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയമാണെന്ന് പറയുന്നത് തെറ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. അത് ശരിയാണ്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. അതും ശരിയാണ്. 1, 3, 4 ഉത്തരം വരുന്നത് കേട്ടോ. 1, 3, 4. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്രയാണ്. ഓപ്ഷൻ എ ആണ് തന്മുദ്ര. സത്യം ശിവം സുന്ദരം ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ്റെയാണ്. ദൂരദർശൻ. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകളുണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് വരിക. 300, 206 എന്നുള്ള ഓപ്ഷനാണ് ശരി. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. നെല്ലിക്കയും മുരിങ്ങയിലയുമാണ്. നെല്ലിക്കയും മുരിങ്ങയിലയും 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ലോല പയറ്, ഹ്രസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര എന്താണ്? ഓപ്ഷൻ സി ആണ് തെങ്ങാണ്. അടുത്ത ചോദ്യം. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പവിഴപ്പുറ്റുകളാണ്. 1 മാത്രം. ഡി ആണ് ആൻസർ. പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുരുവിക്കൊരു കൂട് പദ്ധതി. തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ ഇത് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ അങ്ങാടി കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനമാണ് പ്രിയങ്ക. 59ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് ഇതിൽ? ഓപ്ഷൻ സി ആണ് ആൻസർ. സി. സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ക്രോമിയം. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ബി ആണ് ആൻസർ. കാൽസ്യം. ചില ശുദ്ധപദാർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നൈട്രജൻ. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? അപവർത്തനമാണ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ്. ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി ആണ് ആൻസർ. മലമ്പനി പകർത്തുന്ന വാഹക ജീവി. മലമ്പനി പകർത്തുന്നത് അനോഫിലസ് കൊതുകുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു.
അത് ശരിയാണ്. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരും. അത് ശരിയാണ്. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുമോ? ഇല്ല, പകരില്ല. എയ്ഡ്സ് പകരുന്നു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ആൻസർ. 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് ആൻസർ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? അത് മാംസ്യമാണ്, പ്രോട്ടീനാണ്. അടുത്ത ചോദ്യം, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. വിറ്റാമിൻ സി, സ്കർവി. 2024 ലോകാരോഗ്യ ദിന പ്രമേയം ഏതാണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓക്കെ, തീംസിനെ പറ്റിയുള്ള ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? പക്ഷാഘാതമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാ? വർദ്ധിച്ചു വരുന്ന വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ഏത്? ആർദ്രം മിഷൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതായ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ഏത്? ആശാഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ജഗത് പ്രകാശ് നന്ദ. കാസ്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണേത്? ഓപ്ഷൻ സി, കുരങ്ങ് പനി. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? കാറ്റലിൻ കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഹവിഷ്വർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി മാത്സ് ചോദ്യങ്ങളാണ്, നമുക്ക് ഉത്തരം പറഞ്ഞു പോവാം. 81ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ബി, 82 സി, 83 ബി, 84 എ ആണ്, 85 ഡി ആണ്, 86 സി, 87 ബി, 88 സി ആണ്, 89 എ ആണ്, 90 സി ആണ്, 91 ഡി, 92 ബി, 93 സി ആണ്. 94ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തു. 95ാമത്തതിൻ്റെ ആൻസർ ബി ആണ്. 96ൻ്റെ ആൻസർ ഡി ആണ്. 97ൻ്റെ ആൻസർ എ. 98ൻ്റെ ആൻസർ സി ആണ്. 99ൻ്റെ ആൻസർ ബി ആണ്. 100ൻ്റെ ആൻസർ സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉത്തരങ്ങൾ. താങ്ക് യു.